കിടക്കര മൂട് കുലമിത് മുടിക്കാൻ കുറെ എണ്ണം പാർട്ടിയിൽ വലിഞ്ഞിങ്ങ കേറി. അരുതേ വിജയ അരുതേ, പാർട്ടിയുടെ കഴുക്കോലൂരല്ലേ. ഈ കുലമിത് മുടിക്കാൻ കുറെ എണ്ണം പാർട്ടിയിൽ വലിഞ്ഞിങ്ങ കേറി. തന്നെ പോലെ കുറെ ക്ഷുദ്രജീവികൾ എന്ന് ഈ പാർട്ടിയിൽ വലിഞ്ഞു കയറിയോ അന്ന് തുടങ്ങി ഇതിന്റെ അന്ത്യകൂദാശ. ഞാൻ പാർട്ടിയുടെ നല്ലതിന് വേണ്ടി നിലകൊള്ളുകയാണ്. രഥത്തിൽ യാത്ര ചെയ്യുന്നു എന്നായിരുന്നു മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ഉയർന്ന ചരമഗീതം. മധുരയിലെ കരച്ചിലായിരുന്നു അത്. അതെ, മധുരയിലേക്ക് നോക്കൂ. അതെ, ഞങ്ങളുടെ പാർട്ടി സമ്മേളനം നടക്കുന്നു. കമ്മികൾ മോങ്ങുന്നത് കണ്ടില്ലേ? അവിടെ ആര് മോങ്ങുന്നു? ആരാ മോങ്ങാത്തത്? എന്ത് മോങ്ങുന്നു? അതെ അതെ, ഞങ്ങള് 3-ാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ പാർട്ടിക്ക് ഈ രാജ്യത്ത് അടിസ്ഥാനമുള്ള അതെ 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 സുഹൃത്തുക്കളെ, പാർട്ടി കോൺഗ്രസിൽ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിരുന്നു 3-ാം തവണ CPM അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ രാജ്യത്ത് നിലനിൽപ്പുള്ളൂ. അതെ, പച്ചതൊട്ട് നിൽക്കുന്നത് ചോലയല്ല, പച്ചതൊട്ട് നിൽക്കുന്നത് കേരളത്തിൽ മാത്രം ആയോണ്ട് നീ പ്രൗഡ്. അതെ, പച്ചയെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യത്തില്ല ഇവർ. പച്ചേ ദൈവമേ, ഡബിൾ മീനിങ് സംസാരിക്കും. അതെ അതെ അതെ, സംസാരിക്കും. ഞങ്ങളുടെ ദോഷങ്ങൾ എന്താണെന്നറിയാമോ? അതെ, പാർട്ടിക്ക് പിണറായി 2 ഗോവിന്ദൻ. നിങ്ങളെ മാത്രം വിലയിരുത്തൽ. പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും മത്സരിക്കാൻ ഞങ്ങൾക്ക് അമിതമായ താല്പര്യം. ആർക്ക്? ഞങ്ങളുടെ നേതാക്കൾ. അതെ, ഞങ്ങൾക്ക്. ഒച്ചത്തിൽ പറ. മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ഉയർന്ന വാദമാണ്, 2ാമത്തെ വാദമായിരുന്നു. അതെ അതെ, എല്ലാവർക്കും അധികാരമോഹം കടന്നുകൂടി. അധികാരമോഹമില്ല, ഞങ്ങൾക്ക് ആക്രാന്തം. ജനങ്ങളെ സേവിക്കാനുള്ള ഞങ്ങൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അധികാരം. ജനങ്ങളെ കാണുമ്പോൾ ആക്രാന്ത് അതാണോടോ? അല്ല, അതാണോ? അതല്ലേ മുഖ്യം പറഞ്ഞത് നിയമസഭയിൽ. ദാസനാണ്, ജനങ്ങളുടെ ദാസനാണ്. അതെ, അപ്പൊ വിജയനല്ലേ ഉള്ളൂ. ഏതായാലും ഒന്ന് ഉറപ്പിക്കും, വിജയനാണോ ദാസനാണോ? അല്ല, മധുരയിൽ പോയത് വിജയനായിട്ടായിരുന്നോ ദാസനായിട്ടായിരുന്നു? മധുരയിൽ പോയത് വിജയനായിട്ട്. പക്ഷെ കേരളത്തിൽ ഞങ്ങൾ ദാസനാണ്, ജനങ്ങളുടെ ദാസനാണ്. എന്താ നിങ്ങൾക്ക് അത്ര സംശയം? ജനങ്ങളുടെ ദാസനാണ്, പക്ഷെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോട്ട് പോകൂല. അത് നടങ്ങും. അവിടെ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. അതെ, JP നദ്ദ അവിടെ ചെന്ന് മറ്റേ വീടിനെ തിരക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോ ഈ സ്ഥാനാർത്ഥി. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒന്ന് വിജയനും ഒന്ന് ഗോവിന്ദനും. ഞങ്ങളെ കണ്ടത്തിൽ കുറെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടവര് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നില്ല. കസേര കിട്ടി. പണ്ടത്തെ പോലെ അല്ലടോ. പണ്ട് പാർട്ടിക്ക് ഒരു നിലപാടുണ്ടായിരുന്നു. ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം, ആർക്കൊക്കെ അംഗത്വം കൊടുക്കണം എന്ന് പാർട്ടി തീരുമാനിക്കും. ഇപ്പൊ അതല്ലല്ലോ, എല്ലാത്തിനും തൊട്ടാ വാടിയതാണ്. ഒരു സീറ്റ് കോൺഗ്രസിനെ പോലെ നിങ്ങൾ ഇങ്ങനെ അധികാര പടമ്പിൽ നടത്തരുത്. അതെ, നിങ്ങൾ നമ്മുടെ പാർട്ടിയിലുള്ളവരെല്ലാരും കേട്ടോ, സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട എന്തിനു പടലപ്പിണക്കം? ഒരാൾ പാർട്ടി സ്ഥാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് BJPയിലോട്ട് ചടങ്ങ് കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ചെടുക്കുന്നു. അത് തന്നെ, ഇത് പറയുന്നത് ആരാ? 3-ാം തവണയും കസേരയ്ക്ക് വേണ്ടി പിടിവലിയിടുന്ന മധുര 17-കാരൻ വിജയൻ. പുള്ളി ഞങ്ങളെ നയിക്കാനാണ്. മുഖ്യമന്ത്രി കസേര ആർക്കും വിട്ടുകൊടുക്കൂല. 70 കഴിഞ്ഞാലും മധുര 17 പറയത്തുള്ളൂ. കസേര പുള്ളി മത്സരിക്കുന്നു എവിടെ പറഞ്ഞു? അതെ, നയിക്കുന്നു മാത്രമേ പറഞ്ഞു. അതെ, മുന്നിൽ നിന്ന് നയിക്കണം. അയ്യോ, അങ്ങോട്ട് കാണിയേ. മുഖേന്റെ ഫുൾ ഫിഗർ വെച്ചോട്ട് നിങ്ങൾ ഇറങ്ങ്. ഞങ്ങൾ വീണ്ടും അധികാരം കിട്ടും. പുള്ളിനെ കാണിച്ചു. അതെ അതെ, കിട്ടും. നല്ല കിട്ടും. അടുത്ത പ്രശ്നം, പലരും പാർട്ടി തീരുമാനങ്ങൾ ലംഘിക്കുന്നു. ഒറ്റ എണ്ണത്തിന് അനുസരണയില്ല. അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് മാത്രം കുറെ ഇളവ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത്ര ഇളവ് കൊടുക്കുന്നത്? പുള്ളി ജനപ്രിയനാണ്, ജനസമ്മതിദായകനാണ്, ജനപ്രിയ നായകനാണ്. സെക്രട്ടേറിയറ്റിന്റെ അവിടെ ചെന്ന് പറയാവോ? പൂര തെറിവിളിയാ അത്. തെറിവിളി. മയിലേ കോയിലേ മുകിലേ മലരെ വിളികളാണ്. അത് തെറ്റിദ്ധരിക്കപ്പെട്ട കുറെ യുവതികൾ അവർ വീട്ടിൽ പോകാതെ അവിടെ കിടക്കുന്നത്. എന്നിട്ട് എന്തിനാ വീണ ജോർജ് പോയി കരഞ്ഞത്? അയ്യോ, ഒന്ന് ചർച്ചയ്ക്ക് വായോന്ന്. പിന്നെ ഇത്രയും കാലം വിളിക്കാത്തതല്ല. ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ മറ്റേ വീണ ജോർജ് അവരെ വിളിപ്പിച്ചിട്ട് അവരെ ആക്ഷേപിച്ചല്ലോ ഇറക്കി വിട്ടത്. ആക്ഷേപിച്ചൊന്നുമല്ല, പറയാനുള്ളത് പറഞ്ഞു. ആക്ഷേപം എങ്ങനെയാകും? കാര്യം പറയാനും പറ്റൂലേ? തുമ്മിയാലും തുപ്പിയാലും പറയണില്ല. കുറ്റം തുപ്പും എറിയും പറഞ്ഞേക്കാം. പോസ്റ്റർ പാർട്ടികളിലേതുപോലെ തിരഞ്ഞെടുപ്പുകളിൽ പണം കൈകാര്യം ചെയ്യുന്നു ഞങ്ങളുടെ പാർട്ടികളിലും.
അതെ, നമ്മൾ ഫാസിസത്തിനെതിരാണ്. ഫാസിസ്റ്റ്. അതെ, നിങ്ങൾ പണം കൈകാര്യം ചെയ്ത ഏത് വഴി കൂടാ? കോർപ്പറേറ്റുകളുടെ തോളത്ത് കൈയിടുക, ഹവാലാക്കാരുമായി ബന്ധമുണ്ടാക്കുക, ഇതൊക്കെ ഞാൻ ഇത്യാദി കലാപരിപാടികളാണ് വിജയൻ കയറിയതിനു ശേഷം പാർട്ടിയിൽ നടക്കുന്നത്. ഞങ്ങളുടെ തെറ്റുകൾ ഞാൻ ഇവിടെ അതാണോ ഒരു ഹൈക്കോടതി ജഡ്ജി വിജയൻ മാഫിയാണെന്ന് പറഞ്ഞത്? മാഫിയ ബീഫല്ല, മാഫിയ. മാഫിയ കണ്ണും മാഫിയ, കള്ളത്തുള്ള മാഫിയ. ഞങ്ങൾ മാഫിയ. മാഫിയ അതുവരെ അലങ്കാരമായി കൊണ്ടു നടക്കുന്നു. മാഫിയ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സാധനമല്ലേ? അതെ, അത് ഞങ്ങൾ തന്നെ, ഞങ്ങൾ തന്നെ. അതെ, മാഫിയ തലവൻ. ഏകദേശം മറ്റേ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടൊക്കെ വരും. രാജ്യദ്രോഹം വരും. അത് വേണ്ട. പാർലമെന്ററി വ്യാമോഹത്തിൽ പലരും മുഴുകിപ്പോയിരിക്കുന്നു. അതെ, എന്ത് കഷ്ടം ഇത്. അതെ, ഡബിൾ എ റഹീമിനെ ഉദ്ദേശിച്ചായിരിക്കും അത് പറഞ്ഞു. ആണോ? ഞാൻ ഇനി പറയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ മധുരയിൽ ഉയർന്ന വാദം നിങ്ങൾക്ക് ആക്രാന്തമാണെന്ന് എല്ലാ കാര്യത്തിലും. അധികാരത്തിന് ആക്രാന്തം, കാശിന് ആക്രാന്തം തുടങ്ങിയ എല്ലാ കാര്യത്തിലും. ഞങ്ങൾക്ക് ആക്രാന്തമല്ല, ജനങ്ങളെ സേവിക്കാനുള്ള താല്പര്യം. ഞങ്ങൾ ജനങ്ങളെ സേവിക്കാൻ ഓടിക്കൊണ്ട് നടക്കുന്ന ആക്രാന്തം എന്ന് പറയുന്നത് ചിലർ പാർട്ടി പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതെ, പാർലമെന്ററി പ്രവർത്തനം വിജയനോട് പറയണം പാർട്ടി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാൻ. അല്ല, ദാസനാണല്ലോ ഞങ്ങൾ. ദാസൻ പാർട്ടി അംഗങ്ങൾ എവിടേക്ക് പോകുമ്പോഴാണ് ദാസനും വിജയനും മാറുന്നത്? ഞങ്ങൾ കേരളത്തിൽ ദാസൻ. കേരളം വിടുമ്പോൾ ഇവർ വിജയൻ. അതെ, കേരളം മാറരുത്. കേരളത്തിൽ ദാസൻ, കേരളം വിട്ടാൽ വിജയൻ. കേരളം വിട്ടുപോയാൽ ഇവിടെ ദാസനാവേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എല്ലാവരും തുല്യരാണ്, എല്ലാവരും അധികാരം തന്നെ. അപ്പൊ ഇവിടെ തുല്യത വേണ്ടേ? ഇവിടെ ഞങ്ങൾ ജനങ്ങളുടെ ദാസൻ എന്നാണ്. മാറിപ്പോന്നോട് എത്ര എണ്ണം വരുത്? കേരളത്തിൽ ദാസൻ. മുദ്ര ശ്രദ്ധിക്കും. കേരളത്തിൽ ദാസൻ, പുറത്തു പോകുമ്പോ വിജയൻ. അപ്പൊ ഈ പി വി എവിടെ? അത് മറ്റേ കർത്തയുടെ കയ്യിന്ന് കാശ് കഴിട്ട് നടക്കുമ്പോ പി വി. എത്ര പേരാ ഒരാളും, എത്ര പേര് നോക്കി. ഓരോരുത്തടുത്തും ഓരോന്നാ. മറ്റേ എമ്പുരാനിൽ മോഹൻലാല് കേരളത്തിൽ മറ്റേ സ്റ്റീഫൻ നെടുമ്പള്ളി അങ്ങ് പോകുമ്പോഴത്തേക്ക് ഇന്ത്യ വിട്ട് കഴിഞ്ഞ അബ്രാം ഖുറേഷി അബ്രാം. അതുപോലെ തന്നെ. അതെ, ഞങ്ങളുടെ പിണറായി വിജയൻ അബ്രാം ഖുറേഷിയാണ്. കേട്ടോ, ഇനി ഓടായിരുന്നേ. നല്ലതല്ലേ? അതെ, ആ മനുഷ്യൻ ഈ മതം മാറിയതുവരെ വരും. എന്നാ ഞങ്ങള് അല്ലേ തന്നെ മറ്റേ മരിമോൻ വന്നതിന് ശേഷം മുഖ്യന് പച്ചോടിച്ചിട്ട് താല്പര്യം കൂടുതലാണെന്നൊരു അപവാദം ഉണ്ട്. എന്നിട്ട് ഇനി അബ്രാം ഖുറേഷി അബ്രാമാണ്. ഞങ്ങൾ എല്ലാരെയും ചേർത്ത് നിർത്തതിൽ കണ്ണടിച്ചിട്ട് കാര്യമില്ല. അതെ അതെ, നിങ്ങൾ എല്ലാരെയും അങ്ങ് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ചയും ചുവപ്പും മഞ്ഞയും നീലയും കാവിയും എല്ലാം ഒന്നാണ്. കാവിയും ഒന്നാണ്. കാവിയും ഞങ്ങൾ പിന്നെ അല്ല, വർഗീയതയെ ഞങ്ങൾ പടിക്ക് പുറത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ട് കാവി നിങ്ങൾക്ക് ഇപ്പൊ വേണം. എന്നാ കാവി വേണം, മറിക്കും. പാർട്ടി അംഗങ്ങൾ പാർലമെന്ററി വ്യാമോഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ബഹുജന പ്രക്ഷോഭങ്ങളിൽ നിങ്ങളുടെ SFI DYFIക്കാരൊക്കെ നിലയ്ക്ക് നിന്നാണോ മധുരയിൽ ഒരു ശബ്ദം ഉയർന്നു? ആര് പറഞ്ഞേ? ആരും പറഞ്ഞില്ല. അത് തന്നെ, SFIക്കാരും DYFIക്കാരും ഈ പാർട്ടി എന്താണെന്ന് അറിയാതെ വെറുതെ കിടന്ന് ചലിക്കരുത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല നേതാക്കൾ. ചുമ്മാ വെച്ചങ്ങാലയ്ക്ക് ഞങ്ങൾ കേരളത്തിൽ നിന്ന് തല്ലുകൊള്ളണം. യവന്മാരെല്ലാം കൂടെ കേരളം വിട്ടാലും തല്ലുകൊള്ളണം. ഞങ്ങളെ ഗവർണറെ ശരിക്കും SFI DYFI ഇപ്പൊ ചെണ്ടയായി മാറി. ചെണ്ടയല്ലോ കൊണ്ടപ്പൊക്കം. കൊണ്ടാലും പഠിക്കുന്നില്ലല്ലോ നിങ്ങൾ. ഞങ്ങള് ഗവർണറെ ഞങ്ങളുടെ മുള്ളുമുനെ നിർത്തിയിട്ടുണ്ട്. അതെ അതെ, മുള്ളിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഞങ്ങള് ചൂണ്ടുവിരൽ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളോടാണ്. അല്ല പിന്നെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നത്, പാർട്ടിയെ എല്ലാം നിങ്ങൾ തന്നെ. അല്ല, പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നത് നിങ്ങൾ, പാർട്ടിയെ ഇല്ലാതാക്കുന്നത് നിങ്ങൾ, പാർട്ടിയുടെ കടിക്കൊല്ലൂരുന്നത് നിങ്ങൾ, എല്ലാം നിങ്ങൾ. ഇല്ല, നിങ്ങളെ കൊണ്ട് എങ്ങനെ സഹായിക്കുന്നുണ്ടോ ഇതെല്ലാം കൂടെ? ഞങ്ങളെല്ലാം എന്റെ മുന്നു കർത്താവേ, ഇതിലും ഗതികെട്ടവന്മാര് വേറെ ഉണ്ടോ? ഇത് TBക്കും വീഴ്ച പറ്റി. ഞങ്ങൾ വീഴ്ച പറ്റിക്കൊണ്ടിരിക്കുകയാ. സമരങ്ങൾ ഏറ്റെടുത്ത് സംഘടനാ ദൗത്യങ്ങൾ ഉറപ്പാക്കി സംസ്ഥാന ഘടകങ്ങളെ വീഴ്ച പറ്റി. എടാ, ഈ നിങ്ങൾക്കൊരു പൊളിറ്റ് ബ്യൂറോ ഉണ്ടെന്നൊക്കെ പറയാതെ അവിടെ പിണറായി അല്ലേ PB എന്ന് മാറ്റിട്ട് നിങ്ങൾ PV എന്നാക്കണം അവിടെ. അയ്യോ അയ്യോ, നല്ല അല്ലെങ്കിൽ PB തന്നെ വെച്ചോ, പിണറായി ബ്യൂറോ. മൂപ്പര് തീരുമാനിക്കുമല്ലോ. അങ്ങ് മറ്റേ കേന്ദ്രത്തിലുള്ള കമ്മികൾ കഞ്ഞി കുടിച്ചു കിടക്കണമെങ്കിൽ വിജയം വിചാരിക്കണം, അല്ല ദാസൻ വിചാരിക്കണം. പ്രകാശ് വരെ വരുന്നു. എനിക്ക് പ്രകാശ് കാരാട്ട് അവിടെ ഇരിക്കുന്നതേ മാങ്ങ പറിക്കാൻ. കാര്യത്തിന് മാങ്ങ പറിക്കാൻ പോലും ആ മനുഷ്യനെ കൊണ്ട് കൊള്ളില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞാൽ മതി. ഒട്ടത്തേങ്ങ പറിച്ചോണ്ടിരിക്കുന്നത് നിയന്ത്രിക്കുന്നത്. അതെ 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 അതെ. കേരളത്തിൽ നടക്കുന്ന എന്തോന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും അറിയാൻ പറ്റില്ല, പൊന്നു തമ്പുരാൻ അറിയാവുന്ന. എപ്പൊ പറഞ്ഞു? കേരളത്തെ കുറിച്ച് എന്ത് ചോദിച്ചാലും, വിജയം കാണിക്കുന്ന എന്തിനെ കുറിച്ച് ചോദിച്ചാലും
ആ എനിക്കൊന്നും അറിയാൻ പാടില്ലപ്പാ. പഠിപ്പിച്ചു വെച്ചേക്ക് ഒരൊറ്റ ഡയലോഗ്, ഡയലോഗ് ഞങ്ങളുടെ ഇന്നേ വരെ മറ്റേ പ്രകാശ്കാരായിട്ട് വാ തുറന്ന് എന്തേലും പറഞ്ഞായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 വാക്ക് പറ. അത് ഹിന്ദിയിൽ പറഞ്ഞു, എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. ഹിന്ദി അറിയാമെങ്കിൽ ഇപ്പൊ പറഞ്ഞു. അങ്ങ് അറിയായിരുന്നെങ്കിൽ മറിച്ചേനെ. അതെ, ഞങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി ഞങ്ങൾക്ക് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നില്ല, അവരെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള നേതൃഗുണം അംഗങ്ങൾക്കില്ല. അത് ഒരു വലിയ വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് മറ്റേ ഇതില്ലെന്ന്, നിങ്ങളിൽ ഔഷധ ഗുണം ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയില്ല, ഞങ്ങള് ജനങ്ങളെ ആകർഷിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മറ്റേ പി ശശിയും BK ശശിയൊക്കെ കൂടെ പറഞ്ഞങ്ങോട്ട് വിട്. ആ പിന്നെ ആളായി, ബഹളമായി, അടിയായി, ഞങ്ങൾ പിടിച്ച് കെട്ടിയിടലായി. ഞങ്ങൾ ആകർഷിക്കും. അതെ, നിങ്ങൾ അതെ. വർഗ ബഹുജന സംഘടനകൾക്ക് ഇവിടെ നിർത്തണം, പോടും പോ. അതിന് തന്നെ കൊണ്ടാവുന്നതല്ലേ. അത് സ്ത്രീകൾക്ക് ഞങ്ങൾ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. നിങ്ങൾ KK ശൈലജ ഒടിച്ചു മാടക്കി കുത്തി വെച്ചേക്കുമല്ലേടോ. അവരെ ഉയർന്നു വരാൻ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് അനുവദിച്ചിട്ടുണ്ടോ? അതിൽ ഞങ്ങൾക്ക് അമർഷമുണ്ട്, പക്ഷെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. വനിതാ പ്രാതിനിധ്യത്തിൽ കേരള ഘടകം വെള്ളം ചേർത്തുന്നു. അതെ, വെള്ളം ചേർത്തുന്നു. അതെ, ചേർത്തു. പിന്നെ VP ദിവ്യനെ എങ്ങനെ കൊണ്ടുവരാനാണെങ്കിൽ കണ്ടോണം, കേരളം കത്തും പറഞ്ഞേക്കാം. നിങ്ങൾ കത്തിക്കുന്നത് ഞങ്ങൾക്ക് മഹാരാഷ്ട്രയാണ് വനിതാ പ്രാതിനിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, ഇവര് സ്ത്രീപക്ഷ സർക്കാരാ. അതാണ് നമ്മുടെ ടാഗ്ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീപക്ഷ സർക്കാർ. പക്ഷെ ഒരിടത്തും സ്ത്രീകളെ വളരെ നിന്ദിക്കത്തില്ല. ഹിന്ദി സംസ്ഥാനങ്ങളാണ് വനിതാ പ്രാതിനിധ്യം കൂടുതൽ. അതെ, ഡൽഹിയിലെ മുഖ്യമന്ത്രി നാരീശക്തി, മറ്റേ മോദി ഒരു ഡയലോഗ് അടിച്ചു, അതുപോലെ തന്നെ നടപ്പാക്കിയില്ലേ നാരീശക്തി. ഡൽഹി മുഖ്യമന്ത്രി ആരാ? കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി വനിതയായിരിക്കും. അതെ, വീണ വിജയനായിരിക്കും. അതല്ലേ വീണ വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ പാർട്ടി മെമ്പറൊക്കെയാണ്. അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ചു എന്തോ ഒന്ന് വരാനിരിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും വരാനില്ല. ഒന്നുമില്ല. കുലമിത് മുടിക്കാൻ കുറേ എണ്ണം പാർട്ടിയിൽ വലിഞ്ഞങ്ങ് കേറി. അമ്പലത്തിന് മുമ്പ് അമ്പലത്തിന് മുമ്പായിരുന്നു. പാർട്ടിയിൽ വലിഞ്ഞങ്ങ് എന്തെങ്കിലും പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരു പാത്രം കൂടി മുന്നിൽ ഹൗസിൽ കൊണ്ടിട്ട് കൊടുക്കും. വൈദ്യുതടിച്ച് വാടാൻ തനിക്കൊക്കെ ഖജനാവ് നക്കി തുടച്ച് വെച്ചേക്കല്ലേ. പോയിരുന്ന് പാടാൻ പറ വൈദ്യുതടിച്ച് കുടുംബത്തോടെ. എന്നെ കൊണ്ട് പറയിക്കരുത്. ഒലിക്കട മൂട്. ഒലക്കര മൂട്.